Good morning. ഇന്നലെ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളുടെ ഡേ 1 ബിക്കോസ് വി വർ സോ ടയർഡ്. ഞങ്ങളൊരു 7:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു. ആൻഡ് വി ജസ്റ്റ് കെയിം ബാക്ക് ടു ദി ഹോട്ടൽ, ഹാഡ് ഡിന്നർ ആൻഡ് അങ്ങനെ ഉറങ്ങിപ്പോയി. ബിക്കോസ് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പിന്നെയും നേരത്തെ എണീക്കണം. ബിക്കോസ് ടുഡേസ് ഐറ്റിനറി ഈസ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ. ഇതിന് വേണ്ടിയിട്ട് തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്സ്. സോ ഐ വോണ്ട് ഇൻക്ലൂഡ് ഓൾ ദാറ്റ് ഇൻ ദിസ് വീഡിയോ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ട് നമുക്കത് കാണാൻ പോകാം. അങ്ങനെ കാത്തിരുന്ന ശുഭദിനം വന്നിരിക്കുകയാണ്. വി ഹാവ് റീച്ച് ദ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. ഈ ഒരു സ്പോട്ട് ഐറ്റിനറിയിൽ നിന്ന് മിസ്സാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ്സ് പ്രീ ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം നമുക്ക് കണ്ടാലോ? ഇനീഷ്യലി ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ടോപ്പ് വ്യൂ ആണ് ഡോമിൻ്റെ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്, അതും ഗ്രൗണ്ട് ഫ്ലോർ. അതായത് ഇനീഷ്യലി നമ്മൾ കത്തീഡ്രലിലോട്ട് എൻ്റർ ചെയ്തിരുന്ന ഫ്ലോറിൻ്റെ ഒരു വ്യൂ ആണ്. സ്റ്റെപ്പ് കയറിയതിന് അഞ്ഞൂറ് സ്റ്റെപ്സ്. ഇമാജിൻ 528 സ്റ്റെപ്സ്, ഓൾ ഫോർ ദിസ് വ്യൂ. ഇതാണ് ഹോൾ ഓഫ് ലണ്ടൻ. ശരിക്കും ചോദിച്ചാൽ വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്താണ്. ഓ എല്ലാം പടർന്നു. ഒലിച്ചിറങ്ങാത്തത് എന്തോ ഭാഗ്യം. ശരിക്കും വേർത്താണ് കേട്ടോ. ദ റൂഫ് ടോപ്പ് വ്യൂ, ദി എൻറ്റയർ ലണ്ടൻ. ശരിക്കും ഇപ്പോൾ അത് അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സോ ബ്യൂട്ടിഫുൾ. ഞാൻ തിരിച്ചിറങ്ങണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ക്യാപ്ചർ ദിസ്. ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ടാണ് ലണ്ടനായി. എവർ ഹൈഡ് സ്ട്രോബെറീസ് വിത്ത് ചോക്ലേറ്റ് ബറോ മാർക്കറ്റിലോട്ടാണ്. This is the only option of us taking videos. കുഴപ്പമില്ല. സ്ട്രോബെറിയിൽ ന്യൂട്ടെല്ലാം ഞുക്കിയാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെ. ശരിക്കും എനിക്ക് മറ്റേ മഴത്തുള്ളിക്കിലുക്കത്തിൽ സുകുമാരി മാം അഭിനയിച്ച മറ്റേ ഒരു റോളില്ലേ, കൊച്ചമ്മ എന്നു പറഞ്ഞിട്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു തൊപ്പിയും തലവണൊക്കെ വെച്ചിട്ട് വരില്ലേ. ഞങ്ങളുടെ ദിവസം അടിപൊളിയായിരുന്നു. മഴ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ തന്നെയായിരുന്നു. മഴയോട് മഴ. എൻ്റെ സ്വന്തം നാട്ടിൽ പോലും ഇത്ര മഴ ഉണ്ടായിട്ടില്ല. സോ യാ, ഇതുകൊണ്ട് അല്ല കരുതി ഇറങ്ങിയത് ബീനിയും ഗ്ലൗസൊക്കെ വെച്ചിട്ട്. പിന്നെ ഓവറോൾ ഹൗ വാസ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ്. ഞങ്ങൾ വിചാരിച്ച സ്പോട്ട്സൊക്കെ
ഞങ്ങൾ കവർ ചെയ്തു. ഓവറോൾ ദ ഡേ വാസ് ആക്ച്വലി ഗുഡ് എക്സെപ്റ്റ് ഫോർ ദ വെദർ. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ്. ഈ സ്ഥലങ്ങളൊക്കെ എന്താണ് ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ റീലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിപ്പോൾ ഏത് ക്യാമറയിലും, ഞാൻ എൻ്റെ ഫ്രണ്ടോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ക്യാമറയിലും ഫോണിലും ക്യാപ്ചർ ചെയ്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ, ലൈവായിട്ട് കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. സോ വി ഗോട്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ്. അത് കഴിഞ്ഞ് ദ ഫേമസ് ബറോ മാർക്കറ്റ് ലൈക്ക് ഷോൺ, അതിലോട്ട് പോയി. വീട്ടിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. സ്ട്രോബെറി മേടിക്കാൻ ന്യൂട്ടല്ലയോ അതെന്തെങ്കിലും ചോക്ലേറ്റ് ബേസ്ഡ് എന്തെങ്കിലും, അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിച്ചിട്ട് അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ടേസ്റ്റ് ചെയ്യും. സിമിലർ തിങ്. പക്ഷെ അതിന് വേണ്ടി തന്നെ കുറച്ച് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. Then we tried something different. We were like, since we came to this place, ചിലവാക്കാം, ഒത്തിരിയല്ല എന്നാലും അത്യാവശ്യം ചിലവാക്കാം, പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴെപ്പോഴും വരുന്ന ഒരു പ്ലേസും അല്ല. സോ വി തോട്ട് ചലോ we'll do this. So yeah, വല്ലാത്ത യാത്രയായിരുന്നു. എന്തോരം നടന്നു, സ്റ്റെപ്പ് കയറി എന്നൊന്നും യാതൊരു പിടിയുമില്ല. പക്ഷെ വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്ത് തന്നെയായിരുന്നു. ലിറ്ററലി ലവ്ഡ് എവറിത്തിങ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഇപ്പോൾ ട്യൂബ് ട്രാവലിംഗ് ആണെങ്കിലും ബസ് എടുക്കുന്നതാണെങ്കിലൊക്കെ, ഗെറ്റിംഗ് ടു സീ പ്ലേസസ്, മീറ്റിംഗ് ന്യൂ പീപ്പിൾ. It was actually a very good location that we had. അങ്ങനെ നെക്സ്റ്റ് ഡേ we go back. അതിന് മുമ്പായിട്ട് കുറച്ച് പ്ലേസസും കൂടി കവർ ചെയ്യാനുണ്ട്. അതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ലണ്ടനോട് ടറ്റപ്പ് ബൈ. ഞാൻ അടുത്ത ഡേ 4 or day 3, not day 4, day 4 ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കാണും. So yeah, so let's see the next place.